ടെക്നോളജി ഇനിയും വികസിക്കും. ടെക്നോളജി വികസിക്കുന്നതിനനുസരിച്ച് നമ്മൾ നശിക്കണോ വേണ്ടത്? ലോകം ഇനി മൊത്തം ഒരു കണ്ണടയിലേക്ക് മാറും, മെറ്റാ ഗ്ലാസ്സിലേക്ക് മാറും. എന്താ, നിങ്ങളിങ്ങനെ കൈകൊണ്ടൊന്നും കാട്ടണ്ട, കണ്ണുകൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് മോണിറ്റർ ചെയ്ത് പോകാം. ഫോണിൽ ഒരു ഡിവൈസ് കൈ പിടിച്ച് നടക്കണ്ട. അപ്പൊ അങ്ങനെ ഒരു ഇത് വന്നപ്പോ എലോൺ മസ്കിനെ പോലത്തെ ആളുകൾ പുതിയ സാധനം കൊണ്ടുവന്നു. ലോകത്തെ മൊത്തം കണ്ണട അണിയിച്ചാൽ പറ്റൂല. ഒരു സൂചി വെക്കണ അത്ര വേദന സഹിച്ചുകൊണ്ട് ഒരു ചിപ്പ് ജസ്റ്റ് തലയിലിട്ടാല് എല്ലാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. എല്ലാ സാധനവും ഇനി ഡൗൺലോഡ് ചെയ്യാം. നിങ്ങളിങ്ങനെ സെർച്ച് ഒന്നും കൊടുക്കണ്ട. ജസ്റ്റ് നിങ്ങൾ മനസ്സിലിങ്ങനെ വിചാരിച്ചാ സെർച്ച് ഇങ്ങനെ നടത്തിയിട്ട് സാധനം ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാം. ഇതൊക്കെ കെണിയാണ് നമുക്കുള്ളത്. ഇതിന്റെ എക്സ്പെരിമെന്റ്സ് നടക്കുകയാണ്. എലോൺ മസ്കിന്റെ ഒരു കുരങ്ങനിലാണ് ഈ പരീക്ഷണം നടത്തുന്നത്. ജസ്റ്റ് ആ വീഡിയോ നമുക്ക് വേണമെങ്കിൽ ഒന്ന് വാച്ച് ചെയ്യാം. സാക്കെ എന്നാണ് ആ ഒരു കുരങ്ങന്റെ പേര്. ആ ഒരു കുരങ്ങന്റെ വീഡിയോ ആണ് ഏറ്റവും ആദ്യം കാണിച്ചത്. ഇവിടെ നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ കാണാൻ പറ്റും. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുന്നതും കാണാം. ആൻഡ് ആ കമ്പ്യൂട്ടറിന് മുന്നിൽ നമ്മുടെ സാക്കെ എന്ന് പറഞ്ഞ കുരങ്ങൻ ഉരുപ്പുണ്ട്. സോ നമ്മളത് കാണുമ്പോൾ കുരങ്ങൻ ടൈപ്പ് ചെയ്യുവാണ് എന്ന് വിചാരിക്കുമെങ്കിലും ആ കുരങ്ങന്റെ മുന്നിൽ ഫിസിക്കലായിട്ടൊരു കീബോർഡോ മൗസോ ഇല്ല. ആ കുരങ്ങൻ ആ കമ്പ്യൂട്ടറെ തൊടുന്നു പോലുമില്ല. സോ എലോൺ മസ്ക് പറഞ്ഞത് ആ കമ്പ്യൂട്ടറിനെ മുഴുവനായിട്ടും ഈ കുരങ്ങൻ കൺട്രോൾ ചെയ്യുന്നത് കുരങ്ങന്റെ തലയിൽ ഇംപ്ലാന്റ് ചെയ്തിട്ടുള്ള 64 ഇലക്ട്രോഡിന്റെ ഒരു ന്യൂറാലിങ്ക് ഡിവൈസ് ഉപയോഗിച്ചാണ്. അഥവാ ആ കുരങ്ങൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ആ ഒരു കമ്പ്യൂട്ടറിൽ മൗസും കീബോർഡും എല്ലാം അനക്കുന്നത്. എന്നാൽ കഥ ഇവിടെ തീരുന്നില്ല. ഈ കുരങ്ങൻ ചുമ്മാ മൗസും നീക്കി കീബോർഡും അമർത്തിയിരിക്കും അല്ല അവിടെ ചെയ്യുന്നത്. മറിച്ച് ആ കുരങ്ങൻ ക്യാൻ ഐ പ്ലീസ് ഹാവ് സം സ്നാക്സ് എന്ന് ചിന്തയിലൂടെ അവിടെ ടൈപ്പ് ചെയ്യുവാണ്. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏത് സ്നാക്കാണ് വേണ്ടത് എന്ന് കുരങ്ങൻ ചൂസ് ചെയ്യും. ആ ഒരു സ്നാക്ക് കൊടുത്തപ്പോൾ ഓക്കെ, ഇവിടെ എന്താ സംഭവം? കുരങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്കാണ്, എനിക്കൊരു സ്നാക്സ് കിട്ടിയെങ്കിൽ എന്ന്. ആ ചിന്ത നേരെ സ്ക്രീനിൽ വരുന്നു, വേണ്ടത് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് ഭയങ്കര സംഭവം. നമ്മളിങ്ങനെ ഗെയിമിങ് ഇങ്ങനെ തോണ്ടിയിരിക്കണോണ്ട് ലോകത്തെടുക്കണമെന്ന് അറിയണില്ല. ആകെ ഗെയിമും അങ്ങനെ മാന്തലാണ് പണി. ലോകത്ത് ടെക്നോളജി ഏതുവരെ എത്തി? ഞാൻ പറയുന്നത് ഈ ടെക്നോളജി കേവലം കഴിഞ്ഞ 15 വർഷം മുമ്പ് രൂപപ്പെട്ട പബ്ജിയോ അല്ലെങ്കിൽ എന്താ പറയാ, ഈ ഫ്രീ ഫയറോ, അതെ എല്ലാവർക്കും കിട്ടുന്നുണ്ട് വേഗം, ഫ്രീ ഫയറോ ഒക്കെ നമ്മളിങ്ങനെ കളിച്ച് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഒരുപാട് നഷ്ടം നമുക്കുണ്ട്. ഒരുപാട് നഷ്ടമുണ്ട്. ആ നഷ്ടത്തെ അളക്കാതെ നിങ്ങൾ പോയ കുട്ടികളെ വലിയ വലിയ ദുരന്തത്തിലേക്കാണ് നമ്മൾ പോണത്.